അപ്പോൾ നമുക്ക് ഗൗണിൻ്റെ പരിപാടി തുടങ്ങിയാലോ? യോക്ക് പോർഷൻ വരെ ഒരുവിധം സെറ്റായിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി മെറ്റീരിയൽ കട്ട് ചെയ്യാനുണ്ട്. ആദ്യം ഞാൻ ലൈനിങ് ആണ് കട്ട് ചെയ്യുന്നത്. കുഞ്ഞിലേയുള്ള ആഗ്രഹമായിരുന്നു സ്റ്റിച്ചിങ് പഠിക്കണം, സ്വന്തം ഡ്രസ്സെങ്കിലും സ്റ്റിച്ച് ചെയ്തിടാൻ കഴിയണമെന്ന്. പക്ഷേ എന്തുകൊണ്ടോ അത് നടന്നില്ല. ഇപ്പോൾ സാഹചര്യം ഒട്ടും അനുകൂലമല്ലാത്തൊരു സമയത്താണ് ഞാൻ സ്റ്റിച്ചിങ് പഠിക്കാൻ പോയതും അത് കംപ്ലീറ്റ് ചെയ്തതും. അങ്ങനെ ലൈനിങ് കട്ട് ചെയ്തു. ഞാൻ വെച്ച് നോക്കുകയാണ്, കട്ട് ചെയ്താൽ കറക്റ്റാണ്. അപ്പോൾ മെയിൻ തുണിയും കട്ട് ചെയ്ത് സ്റ്റിച്ചിങ് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഇനി ഷടപടേന്ന് കാര്യങ്ങൾ നടക്കണം. കാരണം അകത്തൊരാൾ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഏത് നിമിഷം വേണോ എഴുന്നേൽക്കാം. ഈ കളർ എനിക്ക് ചേരുമായിരിക്കും അല്ലേ? ഞാനൊരു കഥ സൊല്ലട്ടുമാ? ഇത് നോക്കിയേ, എന്താ ഇവിടെ? ഇതാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. അങ്ങനെ അവനെ ഉറക്കിയിട്ട് സ്റ്റിച്ചിങ്ങിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ഫൈനൽ പാർട്ടിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ സ്ലീവ്ലെത്തേക്ക് വേണ്ടിയിട്ടുള്ള ബെൽറ്റ് റെഡിയാക്കുകയാണ്. അപ്പം നമുക്ക് ഗൗണ് കണ്ടാലോ? എങ്ങനെയുണ്ട്? എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നാളെയാണ് നമ്മുടെ സർട്ടിഫിക്കേഷൻ ഡേ വരുന്നത്. അപ്പോൾ ഇത് വെയർ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടാവുമെന്ന് നാളത്തെ വീഡിയോയിൽ കാണിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ബൈ.